ഇതാണ് ഗൈസ് മൊട്ടക്കുന്ന്. വീഡിയോ കാണാനുള്ള സ്ഥലം മൊട്ടക്കുന്ന്. അച്ചൻകോവിൽ വനം എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ് ഗൈസ്. നമ്മുടെ കൂടെ ഒരുപാട് മണ്ടന്മാരുണ്ട് ഗൈസ്. ഇതിലെ ഇതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, നല്ല കുഴിയാണ് ഗൈസ്. പയ്യെ ചാടി ഗൈസ്. ചാടിയെങ്കിലും കുഴപ്പമില്ല ഗൈസ്. രണ്ട് സൈഡിലും മരം കാണിച്ചു കൊടുക്കും. പുലി, കടുവ, ആന, സിംഹം, കടുവ പോകുന്നത് ഗൈസ്. ഇത് കണ്ടോ ഗൈസ്. ഗൈസ് രണ്ട് കണ്ടോ, ഈ രണ്ട് സൈഡിലും മരമാണ് ഗൈസ്. നമ്മൾ മരത്തിന്റെ നടുക്ക് കൂടെ പോവുകയാണ് ഗൈസ്. കണ്ടോ, രണ്ട് സൈഡിലെ വനം. പറങ്കാവ്, ഇതിനിടയ്ക്ക് പറങ്കാവ് കൂട്ടില്ലേ? അത് വനത്തിൽ പറങ്കാവ്. ഇതാണ് ഗൈസ് പറങ്ങാണ്ടി. ഇതാണ് തൂക്കി കിടക്കുന്ന പറങ്ങാണ്ടി ഗൈസ്. റേഞ്ചില്ല. നമ്മൾ അന്യ സ്ഥലത്താണ് നിൽക്കുന്നത്. അന്യഗ്രഹ ജീവികളാ. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളൊരു യാത്രയിലായിരുന്നു അച്ചൻകോവിൽ. അതായത് ഞങ്ങൾ ബീച്ചിലൊക്കെ പോകണമെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ ബീച്ചിൽ പോകാൻ പറ്റിയില്ല. ഞങ്ങൾ നേരെ അത് മാറ്റി അങ്ങ് അച്ചൻകോവിലാക്കി. നമ്മൾ നേരെ പുനലൂർ വഴി നേരെ അങ്ങ് അച്ചൻകോവിൽ കയറി. അച്ചൻകോവിൽ രണ്ട് സൈഡിലായിട്ട് നമ്മൾ പോകുന്ന വഴിക്കുള്ള എസ്റ്റേറ്റാണിത്. അതുകൊണ്ട് ഇവിടെ ഒരു ബാത്റൂമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്ന് നോക്കി. പക്ഷേ ബാത്റൂമൊന്നും അല്ലായിരുന്നു അത്. പക്ഷേ ഒരു ചുമ്മാ ഒരു കെട്ടിയിട്ടേക്കുന്ന എന്തോ ഒരു സാധനമായിരുന്നു. പക്ഷേ ഞങ്ങൾ നേരെ അത് പിന്നെ യാത്ര തിരിച്ച് ഞങ്ങൾ നേരെ അങ്ങ് പോയി. രണ്ട് സൈഡിലുള്ള ഇത് തേക്കിൻ്റെ ഒരു കൂപ്പ് പോലാണ്. നേരെ ഞങ്ങൾ അച്ചൻകോവിൽ വനത്തിലോട്ട് കയറുകയാണ്. കയറി നേരെ പോകുന്നത് തേക്കിൻ്റെ കൂപ്പിലോട്ട് പോയി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾ നല്ല വയവായിരുന്നു. പക്ഷേ ഇവിടെ പോവുകയാണെങ്കിൽ കോടമഞ്ഞൊന്നുമില്ല. കോടമഞ്ഞുണ്ടായിരുന്നു, പക്ഷേ അത് ഈ മഴയത്തൊക്കെ പോവുകയാണെങ്കിൽ കോടമഞ്ഞ് നമുക്ക് കാണും. മഴയത്ത് പോകാതെ നമുക്ക് കോടമഞ്ഞ് അറിയാൻ പറ്റും. കോടമഞ്ഞിന് നല്ല രസമായിരുന്നു. പക്ഷേ ഇത് മഴയില്ലാത്തതുകൊണ്ട് കോടമഞ്ഞൊന്നുമില്ല. വെള്ളവും പറ്റിക്കിടക്കുക. അച്ചൻകോവിൽ ആറിലും വെള്ളമില്ലായിരുന്നു. ഞങ്ങൾ ഒരു തുള്ളി വെള്ളം കുറവാണ്. വറ്റി വരണ്ട് കിടക്കുക. വെള്ളം ഇങ്ങനെ നിൽക്കുക. അതായത് നമ്മുടെ കാല് പാദം മാത്രം നനയ്ക്കാനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. അത്രയുള്ള വെള്ളമേ ഉള്ളൂ. നിങ്ങളെ കാണിക്കാതല്ല. പിന്നെ അത്രയും ഒരു ഇതായിരുന്നു. പക്ഷേ രണ്ട് സൈഡിലെ യാത്ര നല്ല രസമായിരുന്നു. പക്ഷേ ഞങ്ങൾ ആഹാരമൊക്കെ സാധാരണഗതി ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ആഹാരം എല്ലാം കൊണ്ട് എവിടെ പോയാലും ഞങ്ങൾ ശനിയാഴ്ച ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആഹാരം എല്ലാം കൂടെ കൊണ്ട് ഞങ്ങൾ പോയി അവിടുന്ന് വഴി നിർത്തി ആഹാരമൊക്കെ കഴിച്ച് ഞങ്ങൾ അച്ചൻകോവിൽ ആറ്റിലോട്ട് ഞങ്ങളങ്ങനെ ആറ്റിലോട്ട് ഇറങ്ങിയ സമയത്ത് ഒരു തുള്ളി വെള്ളമില്ല. അതുകൊണ്ടോ ഞങ്ങളെല്ലാം കൂടെ ആറ്റിലോട്ട് ഇറങ്ങി പോവാം. പക്ഷേ ഒരു തുള്ളി വെള്ളമില്ല. കാര്യം പിന്നെ ഞങ്ങൾ നേരെ ആറ്റി ഇറങ്ങി. അവിടെ എല്ലാം ഞങ്ങൾ അവിടെ ഇറങ്ങി നേരെ പോയി ആറ്റിൻ്റെ സൈഡിൽ കണ്ടു. നേരെ അവിടെ ഇറങ്ങി തന്നുണ്ടോ നിങ്ങൾ കാണാം. ഒരു തുള്ളി വെള്ളമില്ലാത്ത അവസ്ഥ കണ്ടോ. വെറുതെ വെള്ളം കെട്ടിക്കിടക്കുക. അതൊന്നും വെള്ളമേ ഇല്ല അവിടെ എല്ലാം. പക്ഷേ മഴയത്ത് വന്നാൽ നല്ല രസമാണ്, നല്ല ഭംഗിയായിരിക്കും. നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങി നല്ല സുഖമായി. പക്ഷേ ആനയുണ്ട്. നിങ്ങൾ വരുമ്പോൾ സൂക്ഷിക്കണം. ആര് വന്നാലും ആനയുണ്ട്. വഴിനീളെല്ലാം ആനപ്പിണ്ടം കിടപ്പുണ്ട്. കാര്യം ആന കൂടെ കൊണ്ട് വെള്ളം ഇറങ്ങി കുടിക്കാം. മഴയാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ആന അവിടെ ഇറങ്ങും. ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമൊക്കെ വരണം. പിന്നെ ബസ് റൂട്ടാണ്. ബസ്സുണ്ടായില്ലേ കൂടെ നമുക്കതിൽ പോയൊക്കെ ചെയ്യാം. പിന്നെ ഞങ്ങളവിടുന്ന് ഒരുപാട് നേരം നിന്നില്ല. ഞങ്ങളത്രയും കണ്ടു. ഞങ്ങൾ നേരെ വന്നിട്ട് പെട്ടെന്ന് വണ്ടി കയറി വീണ്ടും ഞങ്ങൾ യാത്ര തുടരാൻ പോവുകയായിരുന്നു. കാര്യം ഞങ്ങളിത് കണ്ടിട്ടങ്ങ് പെട്ടെന്ന് കയറാമെന്ന് വിചാരിച്ച് ഞങ്ങളതൊന്ന് കണ്ട് ഒന്നിറങ്ങി ജസ്റ്റ് ഒന്ന് കണ്ടു. അങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഒരു തുള്ളി വെള്ളമില്ല. പിന്നെ ഞങ്ങൾ നേരെ അപ്പോഴേ തിരിച്ചു. ഞങ്ങൾ വണ്ടിയിലോട്ട് കയറാനുള്ള പോക്കായിരുന്നു. ഞങ്ങൾ പിന്നെ നിന്നില്ല. കാര്യം വെള്ളം ഇല്ലാത്തതുകൊണ്ട് ആനയോ എന്തെങ്കിലുമൊക്കെ ഇറങ്ങിയാൽ അറിയത്തില്ല. അങ്ങനെ പേടിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് വണ്ടിയിലോട്ട് പോകാൻ തുടങ്ങി. പിന്നെ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, പിന്നെ ലൈക്ക് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം. അപ്പം ഞങ്ങളുടെ ഇത് പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ വലിയൊരു യാത്രാ ചാനലുകളൊന്നും അല്ല. എങ്കിൽ പോലും നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഏത് നിലയിലും നമുക്ക് പോകാൻ പറ്റും. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇവനാണ് പിച്ച് വരയ്ക്കാൻ പോയ ആള്. പക്ഷേ ഇവന്റെ വഞ്ചിപ്പട്ടി ഞങ്ങൾ കണ്ടു ഗൈസ്. അവന്റെ വഞ്ചിപ്പട്ടി ഈ തേക്ക് തടി മാത്രമേ കാണൂ. ബാക്കി
റാമടുത്ത് നീ വാ തേക്കണ്ട കേട്ടോ ശശിയാണ് പിള്ളേർ നിൽക്കുന്ന ഫോട്ടോ കൊച്ചെടുത്തോണ്ടിരിക്കണം. ഹലോ സുഹൃത്തുക്കളെ, ഞങ്ങൾ ദാണ്ട് രണ്ട് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും തേക്കിൻ്റെ കൂപ്പ് പോലെ, അതായത് രണ്ട് സൈഡിൽ നിരനിരയായിട്ട് നിൽക്കുന്ന തേക്കിൻ്റെ കൂട്ടമാണ് കാണുന്നത്. പക്ഷേ കാലാവസ്ഥയുടെ ഒരു ബുദ്ധിമുട്ട് മൂലം നമുക്ക് അവിടെ ഇലകൾ അതായത് കുറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കാര്യം ചൂട്, ഭയങ്കര അന്യായ ചൂട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാലാവസ്ഥ നല്ലതാണെങ്കിൽ നല്ല ഇലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് വീണ്ടും കാണാൻ കേട്ടോ രണ്ട് സൈഡിലായിട്ട്. അപ്പോൾ നമ്മുടെ തേക്കിനകത്തൊന്നും ഇല പോലും ഇല്ല, അത്രയ്ക്കും ചൂടടിച്ച്. പക്ഷേ രണ്ട് സൈഡിലും അടിപൊളിയായിട്ട് തേക്കും ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് നിൽക്കുകയാണ്. കാണാൻ തന്നെ ഒരു ഭംഗിയാണ്, ഒരു അഴകാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഇനി പോകുമ്പോൾ അറിയോ, രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പനങ്ങഞ്ഞി കിടക്കാം. പനങ്ങഞ്ഞി എന്നിട്ട് പനങ്ങഞ്ഞി കയറിയിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് നമ്മൾ അതിന്റെ ബാക്കിൽ നോക്കിയപ്പോ ട്രെയിൻ പാളോ അന്ന് കാണാൻ പറ്റും. തമിഴ്നാട് വണ്ടിയൊക്കെ തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ കാറ്റാടി ഉണ്ട്.